കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കരയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകൾ രാവിലെ ആരംഭിക്കുന്നു. വിശേഷാൽ പൂജകൾ പുലർച്ചെ തന്നെ ആരംഭിച്ചിരുന്നു. വാമനമൂർത്തിയുടെ എഴുന്നള്ളത്ത് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. തുടർന്ന് ഓണസദ്യയും നടക്കും. ചടങ്ങുകളിൽ പങ്കെടുക്കാനായി 1000-ഓളം പേരാണ് പുലർച്ചെ തന്നെ എത്തിയത്. വിവരങ്ങൾ നൽകാൻ അനിൽ ജോർജ് എറണാകുളത്ത് നിന്നും. അനിൽ, ഓണം തൃക്കാക്കരയില്ലാതെ ഒരു ഓണമില്ല. എറണാകുളത്തുകാർക്ക് എന്തായാലും തൃക്കാക്കരയിലൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ അവിടെ ഉണ്ടാകും. എന്തായാലും അവിടുത്തെ ഇന്നത്തെ ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് രാവിലെ തന്നെ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും നൽകാൻ കഴിയുന്ന വിശേഷങ്ങൾ, കാഴ്ചകൾ? ഭക്തിയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ചരിത്രവും ഒക്കെ ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര. തൃക്കാക്കര എന്ന പേര് തന്നെ ആ രീതിയിലാണ് ഉള്ളത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയുടെ തിരുക്കാൽ പതിഞ്ഞ സ്ഥലം എന്ന നിലയിലാണ് തൃക്കാക്കര എന്ന നിലയിലേക്ക് വിശേഷണം വന്നത്. ഓണം നാളിൽ ഉത്സവം ആഘോഷിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം. വാമനമൂർത്തി എന്ന നിലയിൽ രാവിലെ തന്നെ പുലർച്ചെ ഒരു 4 മണിയോടുകൂടി തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് നട തുറന്നത്. ക്ഷേത്ര ദർശനം നടത്തി ആളുകൾ ഒക്കെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിലൊക്കെ പങ്കുചേരുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായിട്ട് അവർ ഇങ്ങനെ ഇന്ന് തൃക്കാക്കരയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഉത്രാട സദ്യയിൽ പോലും പങ്കെടുത്തത് 10,000-കണക്കിന് ആളുകളായിരുന്നു. ആ സാഹചര്യത്തിൽ ഇനിയും കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റ് ചടങ്ങുകൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ വിശേഷമായ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. ഈ ക്ഷേത്രം ഒരേ മതിൽക്കെട്ടിനുള്ളിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ വാമനമൂർത്തി ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ രാവിലെ ഭക്തജനങ്ങൾ എല്ലാവരും ദർശനത്തിനും മറ്റുമായി എത്തിക്കഴിഞ്ഞു. ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ഇടതുഭാഗത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. മഹാബലി ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. സ്വയംഭൂവായ ശിവലിംഗമാണ് അവിടെ ഉള്ളത് എന്നും ആ മഹാബലിയുടെ ആരാധനാമൂർത്തിയായ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതുമാണ് വിശ്വാസം ഉള്ളത്. അതിനാൽ ഭക്തജനങ്ങൾ ആദ്യം അവിടെ ദർശനം നടത്തി തിരികേക്ക് വരുന്നു. ഒരേ ഇതിൽ തന്നെ ശിവക്ഷേത്രവും അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രവുമുള്ള ഒരു അപൂർവ കാര്യം കൂടി ഇവിടെ തൃക്കാക്കരയിലുണ്ട്. ഇത് മഹാബലി ആസ്ഥാനമാണ്. 8 മണിയോടെ ഇവിടെയാണ് മഹാബലിയെ സ്വീകരിക്കുന്ന ചടങ്ങുകൾ നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് അനിൽ ജോർജ് നൽകിയത്.